Hello guys, എല്ലാവർക്കും നമസ്കാരം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഹെൽമെറ്റെഡ്സിലാണ് ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ അവിടെ രണ്ട് വണ്ടി റിവ്യൂ ചെയ്യാനാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരെ അവിടെ പോവാം. അവിടെ പോയിട്ട് നമുക്ക് വണ്ടി ഏതാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഹെൽമെറ്റ്സിന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടും കോൺടാക്ട് ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിന്റെ ലിങ്കും കാര്യങ്ങളും ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യാത്തവരൊക്കെ കയറി ഫോളോ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇനി നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇന്നത്തെ നമ്മുടെ രണ്ട് വണ്ടികൾ എന്ന് പറയുന്നത് കോണ്ടിനെന്റൽ G650യും ഇന്റർസെപ്റ്റർ 650യുമാണ്. ആദ്യം തന്നെ ഈ രണ്ട് വണ്ടികളും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഞാൻ കാണിച്ചു തരുന്നത്. ഇതിന്റെ ടാങ്ക് കണ്ടില്ലേ, ഇത് കോണ്ടിനെന്റൽ G650 ആണ്. അതിന്റെ ടാങ്കും ഈ ഇന്റർസെപ്റ്ററിന്റെ ടാങ്ക് നോക്കിയാൽ തന്നെ അറിയാം ചെറിയൊരു രണ്ടും തമ്മിലുള്ള വ്യത്യാസം. പിന്നെ മേജർ ആയിട്ട് ഒരു ഡിഫറൻസ് പറയുമ്പോൾ ഇത് രണ്ടിന്റെയും ഹാൻഡിൽ ബാർ ആണ്. ബാക്കി എഞ്ചിൻ വൈസ് എല്ലാം സെയിം തന്നെയാണ് വരുന്നത്. ഈ ചെറിയ വ്യത്യാസം തന്നെ അത്യാവശ്യം നല്ല രീതിക്കുള്ള പ്രൈസ് ചേഞ്ചും വ്യത്യാസം വരുന്നുണ്ട്. പിന്നെ ഈ ഇഞ്ചിന്റെ ഭാഗത്തേക്ക് പോവാണെന്നുണ്ടെങ്കിൽ 648 cc പെയർലെറ്റിൻ 4 സ്പാർക്ക് ഡബിൾ സിലിണ്ടർ സിംഗിൾ ഹെയർ ഓവർ ഹെഡ് ക്യാപ്പ് ആണ് ഇതിന് വരുന്നത്. എയർ കൂളും ഓയിൽ കൂളും രണ്ട് കൂളിംഗ് സിസ്റ്റമാണ് ഈ വണ്ടിക്ക് വരുന്നത്. മാക്സിമം പവർ എന്ന് പറയുന്നത് 47.65 PS അറ്റ് 7100 RPM. മാക്സിമം ടോർക്ക് എന്ന് പറയുന്നത് 52 Nm അറ്റ് 5250 RPM. കമ്പനി പറയുന്ന മൈലേജ് 25 per ലിറ്റർ മൈലേജ് കിട്ടുമെന്നാണ് പറയുന്നത്. മാക്സിമം സ്പീഡ് എന്ന് പറയുന്നത് 170 ആണ്. ഫ്രണ്ടും ബാക്കും ഡിസ്ക് ആണ്. ഫ്യൂൾ ടാങ്ക് കപ്പാസിറ്റി എന്ന് പറയുന്നത് 13.7 ലിറ്റർ ആണ്. വണ്ടിയുടെ ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് പറയുമ്പോൾ 174 mm പിന്നെ ഒരു ഡ്യുവൽ ചാനൽ ABS ഉം. മീറ്ററിന്റെ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ സ്പീഡ് മീറ്റർ അനലോഗ് ആണ്, ഓഡോമീറ്റർ അനലോഗ് ആണ്, സെൽഫ് സ്റ്റാർട്ട് മാത്രമേ ഉള്ളൂ. 6 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷൻ ആണ്. ഓവറോൾ വണ്ടിയുടെ വെയിറ്റ് എന്ന് പറയുന്നത് 202 കിലോ വരുന്നുണ്ട്. ഫ്യൂൽ ഗേജ് ഡിജിറ്റൽ ആണ്. സിറ്റി മൈലേജ് പറയുമ്പോൾ 32 കിട്ടുന്നുണ്ട്. ഹൈവേയിൽ പറയുമ്പോൾ ഏകദേശം 34.5 ലിറ്റർ പെർ ലിറ്ററിന് കിട്ടുന്നുണ്ട്. പിന്നെ 0 to 100 6.99 സെക്കൻഡ് കൊണ്ട് റീച്ച് ആവും. ഹെഡ്ലൈറ്റ് അലോജൻ ആണ്, ടൈലൈറ്റ് LED ആണ്. അപ്പോൾ ഞാൻ ഇനി വണ്ടിയിലോട്ട് കയറി ഇരിക്കാൻ പോവാണ്. എൻ്റെ കയ്യിൽ വയർലെസ് മൈക്കൊന്നും ഇല്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇത് ബാക്കിൽ കൂടെ റെക്കോർഡിംഗ് ആണ്. അപ്പോൾ വണ്ടിയിൽ കയറി ഇരുന്നപ്പോൾ തന്നെ നമ്മുടെ G650 എടുത്തതിനെക്കാട്ടി നല്ല രീതിയിലുള്ള കാനും എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ ടാങ്ക് അത്യാവശ്യം നീളമുള്ളത് കൊണ്ട് തന്നെ വണ്ടി ഹാൻഡിലേക്ക് എത്തിപ്പിടിക്കേണ്ട പോലെ ഒരു ഫീലിംഗ് ആണ് എനിക്ക് കിട്ടിയത്. പക്ഷേ G15 നല്ല രീതിക്ക് കനവും എനിക്ക് വണ്ടി നന്നായി തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാല് എനിക്ക് പൂർണ്ണമായിട്ടും നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റുന്നത് എനിക്ക് സുഖമായിട്ട് കാലൊക്കെ കുത്തി നിൽക്കാൻ പറ്റുന്നത്. എന്താ പറയുക, കുറച്ച് സ്പീഡിൽ പോയിട്ട് ബ്രേക്ക് പിടിച്ച ടാങ്കിന്റെ മേലേക്ക് കയറി ഇരിക്കുമോ എന്ന് എനിക്കൊരു പേടി ഉണ്ടായിരുന്നു. പിന്നെ കണ്ടില്ലേ, തൂക്കുമ്പോൾ അത്യാവശ്യം നല്ല രീതിക്ക് ഹെവി ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. നമ്മൾ പാർക്കിംഗ് എന്തൊക്കെ എടുക്കുമ്പോൾ അത്യാവശ്യം നല്ല രീതിക്ക് വലിച്ചെടുക്കേണ്ട ഒരു വണ്ടി തന്നെയാണ് ഇത് കേട്ടോ. കാവസാക്കിയുടെ Z650 പറഞ്ഞ മോഡൽ 0 to 100 വെറും 4.48 സെക്കൻഡ് കൊണ്ട് റീച്ച് എത്തണം. അവിടെ ഈ വണ്ടി അതേ സെയിം 650 ഇഞ്ചൻ വെച്ചിട്ട് എത്തുന്ന സമയം 0 to 100 എത്തുന്ന സമയം പറയുന്നത് 6.99 സെക്കൻഡ് കൊണ്ടാണ് കേട്ടോ. വണ്ടി അത്യാവശ്യം ഒരു 80 ഒക്കെ കിടക്കുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല രീതിക്കുള്ള വിൻ ബ്ലാസ്റ്റ് നിങ്ങൾക്ക് അനുഭവപ്പെടും കേട്ടോ. ഇവന്മാരുടെ ഏട്ടൻ പറഞ്ഞ ഒരാൾ ഇവിടെ ഇരിപ്പുണ്ട്. ഇപ്പൊ ഒന്നും അധികം കാണാൻ കിട്ടുന്നില്ല. 2016 മോഡലാണ്. GTയുടെ 535 എന്ന മോഡലാണ് കേട്ടോ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഞാൻ ഇനി നേരെ നമുക്ക് അങ്ങോട്ട് പോകാം. ഇതാണ് മോനെ സാധനം, ഇതുണ്ടല്ലേ. മറ്റേ 650 നമുക്ക് കിക്കറൊന്നും ഇല്ല, പക്ഷെ ഇതിൽ കിക്കറും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കിക്കറും കാര്യങ്ങളുണ്ട്. ഇത് വന്നിട്ട് ഇതിന്റെ ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 1,80,000 രൂപ ഇതിന്റെ ആസ്കിംഗ് പ്രൈസ്. ഇതിന് ബാക്കിലിരിക്കാൻ വന്നിട്ട് സീറ്റിന്റെ വലിപ്പം തന്നെ കുറവാട്ടോ. സീറ്റിന് വലിപ്പം കുറവാണ്. സംഭവം സെയിം തന്നെ, ഇഞ്ച് മാത്രമാണ് വ്യത്യാസം കാണുന്നുള്ളൂ. പിന്നെ ഈ ഭാഗവും അതിന്റെ വ്യത്യാസം വരുന്നുണ്ട്. വ്യത്യാസം പറ്റുന്നുണ്ട്. പെട്രോൾ ടാങ്ക് ഇങ്ങനെയാണ് ഓപ്പൺ ചെയ്യുന്നത്. ഇവിടെയാണ് പിന്നെ ഓപ്പണും കാര്യങ്ങളൊക്കെ വരുന്നത്. ഈ GTയുടെ ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 3,10,000 രൂപ കുറവാണ്. ഫസ്റ്റ് ഓണറാണ്. 12,800 കിലോമീറ്റർ ഓടിയുണ്ട്. 2019 മോഡലാണ്. ഈ ബ്ലാക്ക് GTയുടെ ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 3,05,000 രൂപ കുറവാണ്. 5,000 കിലോമീറ്റർ ഓടിയിട്ട് 2019 മോഡലാണ് കേട്ടോ. ഇത് ഇനി നേരെ കുറച്ച് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയൊക്കെ ഇന്റർസെപ്റ്റർ ആണ് കേട്ടോ. ഇതൊരു പർപ്പിൾ കളർ സെപ്റ്റർ ഇവിടെ നിൽക്കുന്നുണ്ട്. ഒരു ബ്ലാക്ക് ആൻഡ് സിൽവർ കോമ്പിനേഷൻ കളറുള്ള ഒരു ഇന്റർസെപ്റ്ററും കൂടി നിൽക്കുന്നുണ്ട്. ഈ ഇന്റർസെപ്റ്ററിന്റെ ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 2,65,000 രൂപയാണ്. തേർഡ് ഓർഡറാണ്. 10,200 കിലോമീറ്റർ ഓടുന്നത്. 2019 മോഡലാണ്. ഇനി നേരെ ഇതിന്റെ ആസ്കിംഗ് പ്രൈസ് എത്രയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ
2,80,000 ഫസ്റ്റ് ഓണറാണ്, 2019 മോഡലാണ്. അപ്പോൾ ഈ വണ്ടിയിൽ മാത്രം സൈലൻസർ ചെറിയ വ്യത്യാസമുണ്ട്. AEWയുടെ സൈലൻസറാണ് ഇതിന് 2 കൊടുത്തിരിക്കുന്നത്. ഏകദേശം 21,000 രൂപേൻ്റെ അടുത്ത് ഇതിൻ്റെ സൈലൻസറിന് മാത്രം വില വരുന്നുണ്ട് കേട്ടോ. പിന്നീട് ഈ വണ്ടിയുടെ ഫ്രണ്ട് ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഈ വണ്ടിക്ക് ഒരു ഗ്രില്ലൊക്കെ ഉണ്ട്. ആ വണ്ടിക്ക് വന്നിട്ട് എക്സ്ട്രാ ലൈറ്റ് വ്യത്യാസമുണ്ട്. ഈ വണ്ടിയുടെ പ്രൈസ് പറയുന്നത് 3,05,000 രൂപ. വൈറ്റ് ആൻഡ് റെഡ് കോമ്പിനേഷൻ കളറാണ് കേട്ടോ ഇതിന് വരുന്നത്. ഇനി നമുക്ക് ഈ വണ്ടിയുടെ എക്സോസ്റ്റ് നോട്ട് നോക്കാം.